ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ S. വിജയകുമാർ. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി സ്വയം ഒഴിഞ്ഞതാണെന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാദം തള്ളി കോൺഗ്രസ് ഹൈക്കമാൻഡ്. രാഹുലിനെതിരെ പാർട്ടി നടപടിയെടുത്തതാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ 24നോട് സ്ഥിരീകരിച്ചു. എന്നാൽ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നാണ് ഹൈക്കമാൻഡ് നിലപാട്. പരാതികളിൽ ആഭ്യന്തര അന്വേഷണത്തിന് കോൺഗ്രസ് സമിതിയെ നിയോഗിക്കും. അത് തീരുമാനം എടുത്തിട്ടുണ്ടല്ലോ, അത് കഴിഞ്ഞ അധ്യായം. എന്നാലും ഒരു യുവ MLAയിൽ നിന്ന് ഇത്തരം അനുഭവങ്ങൾ പാർട്ടി നടപടി എടുത്തല്ലോ, ദാറ്റ്സ് ഓൾ. രാജിവെക്കണമെന്ന് മറ്റു പാർട്ടികളെക്കാളെല്ലാം വേഗത്തിൽ പാർട്ടി നടപടി എടുത്തിട്ടുണ്ട്. അക്കാര്യത്തിൽ അത്ര AFA ഒക്കെ പറയുന്നത് MLA സ്ഥാനം രാജിവെക്കണമെന്നാണ്. അവർക്ക് പറയാനുള്ള അവകാശമുണ്ടല്ലോ. കോൺഗ്രസ് നേതൃത്വത്തെ പിടിച്ചുലച്ച വിവാദത്തിൽ ഇതാദ്യമായാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രതികരണം. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജിയോടെ വിവാദം അടഞ്ഞെന്ന് KC വേണുഗോപാൽ. രാഹുൽ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നാണ് നേതൃത്വം പ്രതികരണങ്ങളിലൂടെ വ്യക്തമാക്കുന്നത്. CPIM പോലും രാജി ആവശ്യപ്പെടുന്നില്ലെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം ചൂണ്ടിക്കാട്ടി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ഞാൻ ഗോവിന്ദൻ മാസ്റ്ററുടെ വാർത്താ സമ്മേളനം സശ്രദ്ധം വീക്ഷിച്ചു. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് ആലോചിക്കട്ടെന്നാണ്. അത്രമാത്രമേ അദ്ദേഹത്തിന് പറയാൻ സാധിക്കൂ. കാരണം CPM ഇത്തരം കേസുകളിൽ ഇതിനേക്കാൾ ഗൗരവമേറിയ കേസുകൾ ആലോചിച്ചിട്ടില്ല. ആരോപണം ഉയർന്നപ്പോൾ M മുകേഷ് രാജിവെക്കേണ്ടതില്ലെന്ന CPIM നിലപാട് ഉയർത്തി പ്രതിരോധിക്കാനാണ് കോൺഗ്രസ് തീരുമാനം. രാഹുലിനെതിരെയുള്ള പരാതികൾ അന്വേഷിക്കാൻ വനിതാ അംഗങ്ങളെ ഉൾപ്പെടുത്തി സമിതിയെ നിയോഗിക്കും. അതേസമയം പ്രതിപക്ഷ നേതാവ് VD സതീശനും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലിന് അനാവശ്യ പിന്തുണ നൽകിയെന്ന വിമർശനം പാർട്ടിക്കുള്ളിലുണ്ട്. 24 തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി ആവശ്യപ്പെട്ട് പാലക്കാട്ടെ MLA ഓഫീസിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസ് ബാരിക്കേഡ് മറികടന്ന് SFI പ്രവർത്തകർ MLA ഓഫീസിന് അടുത്തെത്തി. അതേസമയം ഇന്നലെ പൂവൻകോഴിയുമായി MLA ഓഫീസിലേക്ക് മഹിളാ മോർച്ച നടത്തിയ പ്രതിഷേധ മാർച്ചിനെതിരെ മൃഗസംരക്ഷണ വകുപ്പിന് കോൺഗ്രസ് പ്രവർത്തകൻ പരാതി നൽകി. ജീവനുള്ള കോഴികളെ കൊണ്ടുവന്ന് പീഡിപ്പിച്ചു എന്നാണ് പരാതി. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗർഭഛിദ്ര പരാതി ലഭിച്ചിട്ടുണ്ടെന്നും അന്വേഷണം നടക്കുന്നുണ്ട് എന്നും ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ പ്രതികരിച്ചു. പരാതി ലഭ്യമായിട്ടുണ്ട്. അതിൽ എന്ത് തീരുമാനം, നടപടികൾ എന്തെടുക്കണമെന്നുള്ളതിനെക്കുറിച്ച് തീരുമാനിക്കുന്നതേ ഉള്ളൂ. ആ പരാതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണെങ്കിൽ അതൊരു ഒഫൻസാണ്. അതിൽ നമ്മുടെ BNSൽ പറയുന്നതായാലും ഇപ്പം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ടു ലൈഫ് ഒക്കെ വരുന്നതിൻ്റെ കുട്ടിക്ക് ജനിക്കാനുള്ള അവകാശമുണ്ടല്ലോ. അപ്പം അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റി അതിനകത്ത് നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങൾ പരിശോധിച്ചിട്ട് ആ പരാതി പരിശോധിച്ചതിന് ശേഷം മാത്രമേ നടപടി സ്ഥിതിയിലേക്ക് ഞങ്ങൾ പോകുകയുള്ളൂ. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ വീണ്ടും ഗുരുതര വെളിപ്പെടുത്തൽ. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ഉദ്ദേശത്തോടെ പലതവണ രാഹുൽ സമീപിച്ചെന്ന് യുവതി പറഞ്ഞു. വിവാഹ അഭ്യർത്ഥന നടത്തിയ ശേഷം പിന്നീട് പിന്മാറി. പരാതിപ്പെടുമെന്ന് അറിയിച്ചപ്പോൾ I don't care, who cares എന്നായിരുന്നു മറുപടി എന്നുമാണ് യുവതിയുടെ ആരോപണം. യുവതിയും രാഹുലും തമ്മിലുള്ള ചാറ്റുകൾ 24 ലഭിച്ചു. 24 ഫോളോ അപ്പ്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ ആരോപണമാണ് പുറത്തുവരുന്നത്. ടെലിഗ്രാമിൽ കൂടെ മെസ്സേജ് അയക്കാം. അതും പുള്ളി ഒരു ടൈമർ സെറ്റ് ചെയ്യും എല്ലാത്തിനകത്തും. എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്, ഞാൻ വീട്ടിൽ വന്ന് ഇത് ചെയ്യാം, സംസാരിക്കാം, നീ എൻ്റെ അടുത്ത് ഓക്കെ എന്ന് പറഞ്ഞാൽ മാത്രം മതി, വേറൊന്നും വേണ്ട. നമ്പർ വാങ്ങിയ ശേഷം പിന്നീട് ടെലഗ്രാം വഴിയായിരുന്നു സംഭാഷണം. ടൈമർ സെറ്റ് ചെയ്ത് വായിച്ചാൽ ഉടൻ ഡിലീറ്റ് ആകുന്ന രീതിയിൽ സെറ്റിംഗ്സ് മാറ്റിയാണ് ചാറ്റ്. ലൈംഗിക ഉദ്ദേശത്തോടെ രാഹുൽ സമീപിച്ചു. ഞാൻ കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞതിന് ശേഷം വരുമ്പോ കോണ്ടം കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. എല്ലാവർക്കും പറയുന്നത് I don't care, who cares. സമ്മർദ്ദം ചെലുത്തിയാൽ ആത്മഹത്യ ചെയ്യുമെന്ന് രാഹുൽ തന്നോട് പറഞ്ഞെന്നും വെളിപ്പെടുത്തൽ. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയതിന് പിന്നാലെയുണ്ടായ സൈബർ ആക്രമണത്തിൽ പ്രവാസി എഴുത്തുകാരി ഹണി ഭാസ്കരൻ മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകി. നിതിൻ അംബുജൻ, 24 കൊച്ചി.
രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ട്രാൻസ്ജെൻഡർ അവന്തിക ഉന്നയിച്ച പരാതിയിൽ സത്യം പുറത്തുവരാതെ രാഹുലിനെ തള്ളാനില്ലെന്ന് ട്രാൻസ്ജെൻഡർ കോൺഗ്രസ്. ആരുടെ ഭാഗത്താണ് സത്യമെന്ന അന്വേഷണത്തിലൂടെ തെളിയട്ടെ. രാഹുൽ തങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുന്നയാളാണ്, പരാതിക്കാരിയുടെ രാഷ്ട്രീയവും പരിശോധിക്കണമെന്ന് ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അമേയ പ്രസാദ് 24 പറഞ്ഞു. ആര് തെറ്റ് ചെയ്താലും തെറ്റ് തന്നെയാണ്. അതിപ്പോൾ കമ്മ്യൂണിറ്റി എന്നതിലുപരി ആരായിരുന്നാലും ശരി. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഇങ്ങനൊരു കാര്യം ഉന്നയിക്കുമ്പോൾ ആ കമ്മ്യൂണിറ്റി പറഞ്ഞത് എത്രത്തോളം സത്യമാണ് എന്നുള്ളൊരു കാര്യം അറിയണം. അല്ല, അവന്തിക തന്നെ പറയുന്നുണ്ട്, BJPയുടെ ജില്ലാ പ്രസിഡന്റിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാർട്ടി ബേസിൽ അങ്ങനെ ഒരു വിഷയമുണ്ടോ എന്നുള്ള കാര്യത്തിനോട് അറിയണം. കമ്മ്യൂണിറ്റിക്കകത്ത് ആരും ഇതുവരെയും ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇതിനകത്ത് ഇതുവരെ ആരും ഒരു പരാതി ഉന്നയിച്ചിട്ടില്ല. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷ പദവിയിൽ നിന്ന് പുറത്തായതോടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിൽ കൂട്ടയടി. സംസ്ഥാന കമ്മിറ്റിയുടെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിൽ വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. ബാഹുബലിയെ കട്ടപ്പ പിന്നിൽ നിന്ന് കുത്തുന്ന ചിത്രം പോസ്റ്റ് ചെയ്താണ് അബിൻ വർക്കിക്കെതിരായ വിമർശനം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നീക്കത്തിന് പിന്നിലുള്ള നേതാവെന്ന സംശയത്തിലാണ് യൂത്ത് കോൺഗ്രസിലെ എ ഗ്രൂപ്പ് നേതാക്കൾ ഒന്നടങ്കം അബിൻ വർക്കിക്കെതിരെ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഷാഫി പറമ്പിലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും വിശ്വസ്തനായ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനാണ് അബിൻ വർക്കിക്കെതിരെ കടുത്ത നീക്കം നടത്തിയത്. ബാഹുബലിയെ കട്ടപ്പ പിന്നിൽ നിന്ന് കുത്തുന്ന ചിത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അബിൻ വർക്കിയുടെ ചിത്രം കൂടി വെച്ചാണ് സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വിജിൽ പോസ്റ്റ് ഇട്ടത്. ഇതിന് പിന്നാലെ അബിനെ ലക്ഷ്യമിട്ടുള്ള ശകാര വർഷമാണ് വാട്സാപ്പ് ഗ്രൂപ്പിൽ നടന്നത്. ഒരുത്തന്നെ ചോരയിൽ ചവിട്ടി നേതാവാകാമെന്ന് ആരും വിചാരിക്കേണ്ടെന്ന കുറിപ്പിൽ എ ഗ്രൂപ്പിന്റെ നീക്കത്തിന് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യവും വെളിവാക്കപ്പെട്ടു. തമ്മിലടി മുറുകിയതോടെ ദേശീയ സെക്രട്ടറി പുഷ്പലത ഇടപെട്ട് വാട്സാപ്പ് ഗ്രൂപ്പ് അഡ്മിൻ ഓൺലിയാക്കി മാറ്റി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒടുവിൽ പുതിയ സംസ്ഥാന അധ്യക്ഷനെ 2 ദിവസത്തിനകം പ്രഖ്യാപിക്കാൻ നിശ്ചയിച്ച സാഹചര്യത്തിലാണ് തമ്മിലടി. അബിൻ വർക്കിയെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കാൻ രമേശ് ചെന്നിത്തലയുടെ ഐ ഗ്രൂപ്പും KM അഭിജിത്തിനെ അധ്യക്ഷനാക്കാൻ MK രാഘവൻ MPയും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി ബിനു ചുള്ളിയിലാണ് KC വേണുഗോപാലിന്റെ പിന്തുണ. സാമുദായിക സന്തുലനം കൂടി പാലിച്ചായിരിക്കും തീരുമാനം. സംസ്ഥാന നേതാക്കൾ ചർച്ച ചെയ്ത് നിർദ്ദേശം വെച്ചാൽ ഹൈക്കമാൻഡ് തീരുമാനമെടുത്ത് പ്രഖ്യാപിക്കും. 24 തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ചും പരാതിക്കാരെ അധിക്ഷേപിച്ചും പാലക്കാട് MP VK ശ്രീകണ്ഠൻ. പരാതിക്കാരുടെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കണമെന്നും അർദ്ധവസ്ത്രം ധരിച്ച് മന്ത്രിമാർക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നില്ലേ എന്നുമായിരുന്നു പരാമർശം. വിവാദമായതോടെ വാക്കുകൾ വളച്ചൊടിച്ചെന്ന് VK ശ്രീകണ്ഠന്റെ മലക്കം മറിച്ചു. ഇവരുടെയൊക്കെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്ന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഏതൊക്കെ മന്ത്രിമാരുടെ കൂടെയാണ് ഈ ആരോപണം പറഞ്ഞിട്ടുള്ള ആളുകൾ അവിടെ അർദ്ധവസ്ത്രം ധരിച്ച് നിൽക്കുന്നത്. ഇതായിരുന്നു VK ശ്രീകണ്ഠൻ MPയുടെ ആദ്യ പ്രതികരണം. വിവാദമായതോടെ മലക്കം മറിച്ചിൽ. ഒരിക്കലും പരാതി പറയുന്നവരെയോ അല്ലെങ്കിൽ ആക്ഷേപം പറയുന്നവരെ അപമാനിക്കല് ഞങ്ങളുടെ സംസ്കാരമല്ല. പരാമർശത്തിൽ വ്യാപക വിമർശനം ഉയർന്നു. VK ശ്രീകണ്ഠന്റെ പ്രസ്താവന ഞെട്ടിച്ചെന്ന് BJP നേതാവ് പത്മജ വേണുഗോപാൽ. VK ശ്രീകണ്ഠനെ പോലെ ഒരാൾ ഇന്നലത്തെ പ്രസ്താവന കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സൊന്ന് സങ്കടപ്പെട്ടു പോയി. ശ്രീകണ്ഠനെ പറ്റിയുള്ള എൻ്റെ പ്രതീക്ഷ ഇതൊന്നും ഇതായിരുന്നില്ല ശ്രീകണ്ഠൻ. പരാതി ഉന്നയിച്ച യുവതികളെ VK ശ്രീകണ്ഠൻ അപമാനിച്ചെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി. VK ശ്രീകണ്ഠൻ സ്ത്രീകളെക്കുറിച്ച് അധമമായ ബോധം മനസ്സിൽ വെച്ച് നടക്കുന്നെന്നും PK ശ്രീമതി വിമർശിച്ചു. 24 പാലക്കാട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാക്കാതെ CPIM. പതിവ് രീതിയിൽ നേതാക്കൾ പ്രതികരണം നടത്തുന്നതല്ലാതെ രാജി ആവശ്യം ഉന്നയിച്ച് പ്രക്ഷോഭത്തിലേക്ക് പോകാൻ പാർട്ടി ഇതുവരെ തയ്യാറായിട്ടില്ല. രാഹുൽ നിയമസഭാംഗത്വം രാജിവെക്കണമെന്നാണ് കേരളത്തിന്റെ പൊതുവികാരമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. രാഹുലിനെ രൂക്ഷമായി വിമർശിച്ച് BJP രംഗത്തെത്തി. M മുകേഷ് MLAക്കെതിരെ പീഡന പരാതി ഉയർന്നപ്പോൾ രാജിവെപ്പിക്കാതിരുന്ന കീഴ്വഴക്കമുള്ളതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിക്ക് വേണ്ടി CPIM മുറവിളി കൂട്ടാത്തത്. ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് രാജിവെച്ചാൽ കുറ്റമുണ്ടാകുമ്പോൾ തിരിച്ചു വരാനാകുമോ എന്നായിരുന്നു പാർട്ടി M മുകേഷിന്റെ കേസിൽ ഉന്നയിച്ച വാദം. അന്നത്തെ നിലപാട് തിരിഞ്ഞുകൊത്തുമെന്ന് മനസ്സിലാക്കിയാണ് ഇപ്പോൾ രാജി ആവശ്യമുയർത്തി സമരരംഗത്തേക്ക് വരാൻ അറച്ചു നിൽക്കുന്നത്. എന്നാൽ നേതാക്കളുടെയും മന്ത്രിമാരുടെയും പ്രതികരണത്തിന് കുറവൊന്നുമില്ല.
യഥാർത്ഥത്തിൽ അറിയാതെ ചെയ്തതല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൽ വി ഡി സതീശൻ ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. CPI നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി ആവശ്യപ്പെടുന്നുണ്ട്. ഒരു അടിസ്ഥാനമില്ലാത്ത ഒന്നാണ് എങ്കിൽ അദ്ദേഹം സ്വയം പരാതി കൊടുക്കട്ടെ, മാനനഷ്ടത്തിന് കേസ് കൊടുക്കട്ടെ. പക്ഷേ ആ കേസുകളൊക്കെ തീരുന്നവരെ അദ്ദേഹം ആ പദവിയിൽ നിന്ന് മാറി തന്നെ നിൽക്കണം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് BJP നേതൃത്വവും രംഗത്ത് വന്നു. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് സ്വന്തം കയ്യിലിരിപ്പ് എന്താണെന്നുള്ളത് ജനങ്ങൾ ആരിലെങ്കിലും മുഖേന അറിയും. രാജി ആവശ്യം ഉയരുന്നുണ്ടെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നാണ് കോൺഗ്രസ് നിലപാട്. 24 തിരുവനന്തപുരം. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്കാണ്. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. മലപ്പുറം സ്വദേശിനിയായ 55-കാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. മിഥില ബാലൻ വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. മിഥില, അപ്പോൾ കുറെ കൂടി ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളാണ് പരിശോധനാ ഫലത്തിൽ നിന്ന് വരുന്നത്, അല്ലേ? തീർച്ചയായും വിജയകുമാർ, അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഓരോ ദിവസവും ഓരോ കേസുകളായി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ അല്പസമയം മുമ്പാണ് ഈ ഒരു പരിശോധനാ ഫലം വന്നത്. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. മലപ്പുറം സ്വദേശിനിയാണ്, 55 വയസ്സുള്ള സ്ത്രീയാണ്. നിലവിൽ മലപ്പുറത്ത് എവിടെയാണ് എന്നുള്ള കാര്യം നമുക്ക് അല്പസമയത്തിനകം മാത്രമേ ലഭ്യമാവുകയുള്ളൂ. അല്പസമയം മുമ്പാണ് ഈ ഒരു പരിശോധനാ ഫലം വന്നത്. ഇന്നലെയാണ് ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് രോഗലക്ഷണങ്ങൾ പ്രകടമായതിനെ തുടർന്ന് ശ്രമം പരിശോധനയ്ക്ക് എടുക്കുകയായിരുന്നു. അങ്ങനെയാണ് പരിശോധനാ ഫലം ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ മലപ്പുറം സ്വദേശികളായ 3 പേർ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുണ്ട്. ഇവരുടെ എല്ലാം ആരോഗ്യനില സ്റ്റേബിൾ എന്ന വിവരം തന്നെയാണ് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാവുന്നത്. ഒപ്പം തന്നെ കോഴിക്കോട് സ്വദേശികളായ 3 പേരും ചികിത്സയിലുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നത് പലരുടെയും ഉറവിടം എവിടെ എന്നത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്, പക്ഷേ പരിശോധനാ ഫലം ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല. ആ പരിശോധനാ ഫലം ലഭ്യമായാൽ മാത്രമേ, സാധാരണ കുളത്തിൽ നിന്നൊക്കെയാണ് ഈ ഒരു രോഗം കിട്ടാറുള്ളത്. പക്ഷേ കോഴിക്കോട്ടെ ഒരു സാഹചര്യം എടുക്കുകയാണെങ്കിൽ 3 മാസം പ്രായമുള്ള കുഞ്ഞിന് ആ വീട്ടിലെ കിണർ വെള്ളത്തിൽ നിന്നാണ് ഇത്തരത്തിൽ രോഗം വന്നതെന്ന ഒരു നിഗമനം ആരോഗ്യവകുപ്പിനുണ്ട്. ആ ഒരു കേസ് മാത്രമാണ് നിലവിൽ എവിടെ നിന്നാണ് ഇത്തരത്തിൽ ഒരു രോഗത്തിന്റെ ഉറവിടം എന്നത് വ്യക്തമായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശങ്കയുണ്ട് ഈ ഉറവിടവുമായി ബന്ധപ്പെട്ട്. വിജയകുമാർ. യെസ്, ഒരു പുതിയ കേസ് കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. എന്നാൽ എല്ലാവരുടെയും ആരോഗ്യനില സ്റ്റേബിളാണ് എന്നൊരു വിവരമാണ് വരുന്നത്. പക്ഷേ അതിൻ്റെയൊക്കെ കൂടുതൽ വിശദാംശങ്ങൾ ആരോഗ്യവകുപ്പ് അല്പസമയത്തിനകം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മലപ്പുറം സ്വദേശിനിയായ 55-കാരിക്കാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട്. എറണാകുളം കൂത്താട്ടുകുളത്ത് ബാർ ഹോട്ടലിൽ സംഘർഷം. തർക്കത്തിനിടെ യുവാക്കൾ എയർഗൺ കൊണ്ട് മധ്യവയസ്കന്റെ തലയ്ക്കടിച്ചു വീഴ്ത്തി. സംഘർഷത്തിൽ 3 പേർക്കാണ് പരിക്കേറ്റത്. 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആൻമരിയ സണ്ണി വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. എന്താണ് സംഭവിച്ചത്? ഈ പരിക്കേറ്റവരുടെയൊക്കെ ആരോഗ്യനില എങ്ങനെ? എയർഗണ്ണ് കൊണ്ട് തലയ്ക്കടിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതും മദ്യലഹരിയിലായിരിക്കുമല്ലോ. എന്താണ് സംഭവിച്ചത് അവിടെ? വിജയകുമാർ, പരിക്കേറ്റവർ നിലവിൽ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. 3 പേർക്കാണ് ഈ സംഘർഷത്തിൽ പരിക്ക് പറ്റുന്നത്. ഇന്ന് വൈകുന്നേരം 7:30 കൂടിയാണ് കൂത്താട്ടുകുളത്തുള്ള ഒരു ബാറിന്റെ മുൻവശത്ത് വെച്ച് ഈ സംഘർഷം ഉണ്ടാക്കുന്നത്. യുവാക്കൾ ബാറിൽ എത്തുന്നത് മുൻപ് തന്നെ മദ്യലഹരിയിലായിരുന്നു. അതിനുശേഷം ഈ ബാറിലെത്തിയ യുവാക്കള് പുറത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പരിക്കേറ്റവരുടെ ഒരാളായിട്ടുള്ള റെജിയും മറ്റു 2 പേരും. ഇവർ ഈ ബാറിന് മുൻപിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇവർ ഈ ലോഡ് കയറ്റുന്നവരാണ്. അപ്പോൾ അത് ഇറക്കിയതിന് ശേഷം ഈ കാശുമായി എത്തുന്ന ഉടമയെ കാത്തു നിൽക്കുകയായിരുന്നു ബാറിന് പുറത്ത്. പിന്നീട് ഒരു പ്രകോപനവും ഇല്ലാതെ ഈ യുവാക്കൾ ഇവിടെ മുൻപിലേക്ക് വരുന്നു. ചെറിയ രീതിയിലുള്ള വാക്കുതർക്കങ്ങൾ ഉണ്ടാക്കുന്നു. ഈ വാക്കുതർക്കത്തെ തുടർന്നാണ് ഈ കാറിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ഈ എയർഗണ്ണ് കൊണ്ട് യുവാക്കൾ ആ 3 പേർക്ക് പരിക്കേൽപ്പിക്കുന്നത്. ആദ്യം റെജിയെ ആണ് അവർ ഉപദ്രവിക്കുന്നത്. പിന്നീട് പിടിച്ചു മാറ്റാൻ ചെല്ലുന്നതിനിടയിലാണ് മറ്റു 2 പേർക്കും പരിക്ക് പറ്റുന്നത്. ഉടൻ തന്നെ ആ തൊട്ടടുത്തുണ്ടായിരുന്ന നാട്ടുകാരൊക്കെ കൂടി ഈ പ്രതികളെ പിടിച്ചുവെക്കുകയും പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു. നിലവിൽ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ സഞ്ചരിച്ച വാഹനവും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ്. ഇവർ കൊണ്ടുവന്ന എയർഗണ്ണിൽ ഉൾപ്പെടെ അന്വേഷണം ഉണ്ടാകുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നതും. വിജയകുമാർ. 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. വിശദമായ പരിശോധന, അന്വേഷണം നടത്തും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച 11 രേഖകൾക്കൊപ്പം ആധാർ കാർഡ് ഉപയോഗിച്ച് പട്ടികയിൽ പേര് ചേർക്കാമെന്ന് സുപ്രീം കോടതി. അപേക്ഷ ഓൺലൈൻ വഴി നൽകിയാലും മതിയാകും. പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള കമ്മീഷൻ നടപടിയിൽ സഹകരിക്കാത്ത രാഷ്ട്രീയ പാർട്ടികളെ സുപ്രീം കോടതി കണക്കിന് ശാസിച്ചു. സംസ്ഥാനത്തെ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളെ കേസിൽ കോടതി കക്ഷി ചേർത്തു.
ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ജോയ് മാലിയ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് നിർണായക നിർദ്ദേശം. വോട്ടർ പട്ടിക പരിഷ്കരണം നിർത്തിവെക്കാൻ വിസമ്മതിച്ച കോടതി ആധാർ രേഖയായി അംഗീകരിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു. ആധാർ രേഖയായി അംഗീകരിക്കാനാകില്ലെന്നായിരുന്നു തുടക്കം മുതലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. സംസ്ഥാനം വിട്ട് പുറത്തുപോയവർക്ക് ഓൺലൈൻ വഴി പരാതികൾ നൽകാൻ സൗകര്യമൊരുക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഇതുവരെ കരട് പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട 85,000 പേർ മാത്രമാണ് പരാതി നൽകിയതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ഇതിൽ ബൂത്ത് ലെവൽ ഏജന്റുമാർ നൽകിയത് വെറും 2 പരാതികൾ മാത്രം. 1,65,000 ബൂത്ത് ലെവൽ ഏജന്റുമാരെയാണ് രാഷ്ട്രീയ പാർട്ടികൾ നിയമിച്ചിട്ടുള്ളത്. കമ്മീഷൻ നടപടികളുമായി നിസ്സഹരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെയും കോടതി കണക്കിന് ശകാരിച്ചു. ഓരോ BLA-മാരും ദിവസവും 10 വീടുകൾ വെച്ച് സന്ദർശിച്ചാൽ ഒരാഴ്ച കൊണ്ട് പരാതികൾ പരിഹരിച്ചുകൂടെയെന്ന് കോടതി ചോദിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികളോട് സഹകരിക്കാനും കോടതി രാഷ്ട്രീയ പാർട്ടികൾക്ക് നിർദ്ദേശം നൽകി. അടുത്ത തവണ കേസ് കേൾക്കുമ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി ആവശ്യപ്പെട്ടു. നിലവിലെ സ്ഥിതി സംബന്ധിച്ച സുപ്രീം കോടതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യവാങ്മൂലം നൽകിയിരുന്നു. ഒഴിവാക്കപ്പെട്ട 65 ലക്ഷം പേരുടെ വിവരങ്ങളും ഒഴിവാക്കിയതിന്റെ കാരണവും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചതായി സത്യവാങ്മൂലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. സെപ്റ്റംബർ 8-ന് കേസ് വീണ്ടും പരിഗണിക്കും. 24 ഡൽഹി. വോട്ട് ചേർക്കലിൽ വിവാദ പ്രസ്താവനയുമായി BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ. വേണ്ടി വന്നാൽ ജമ്മു കാശ്മീരിൽ നിന്ന് വരെ ആളെ കൊണ്ടുവന്ന് 1 വർഷം താമസിപ്പിച്ച് വോട്ട് ചേർക്കും എന്നായിരുന്നു പരാമർശം. ഗോപാലകൃഷ്ണന്റേത് ഫാസിസ്റ്റ് നിലപാട് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിമർശിച്ചു. ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് 1 വർഷം താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കും. ഒരു സംശയമില്ല, അത് നാളെയും ചെയ്യും. നിങ്ങൾക്ക് ഏത് വിലാസത്തിൽ വേണേൽ ആൾക്കാരെ ചേർക്കാൻ, അതിലർത്ഥമൊന്നുമില്ല. ഞങ്ങൾക്ക് എന്തും ചെയ്യാൻ അവകാശമുണ്ട് എന്ന് പറയാനുള്ള ഒരു ധൈര്യം ഒറ്റ ഒരു ജനാധിപത്യ സമൂഹത്തിലുണ്ടാവില്ല. ഈ നവഫാസിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള RSSന്റെ ഏറ്റവും ശക്തനായിട്ടൊരു വക്താവായിട്ടാണ് ഗോപാലകൃഷ്ണനെ കാണുന്നത്. ഗോപാലകൃഷ്ണൻ ആ രീതിയിലാണ് പ്രതികരിച്ചത് എന്നിപ്പോൾ കേരളം കണ്ടല്ലോ. മാധ്യമങ്ങൾ തന്നെ ഏറെ നാളായി വേട്ടയാടുകയാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ ആരെയും കുറ്റപ്പെടുത്താനില്ല എന്നായിരുന്നു മറുപടി. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണം സംബന്ധിച്ച ചോദ്യത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകിയല്ലോ എന്നും സുരേഷ് ഗോപിയുടെ പ്രതികരണം. എൻ്റെ ജീവിതത്തിലാണ് നിങ്ങൾ കയറി കൊത്തിയത്. എൻ്റെ ജീവിതത്തിലാണ്. എന്നിൽ ഒരു വ്യക്തിയുണ്ട്. വ്യക്തിയുടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു കുടുംബസ്ഥൻ, ഭർത്താവ്, അച്ഛൻ, മകൻ, അങ്ങനെ പല ബന്ധങ്ങളുണ്ട് എനിക്ക്. അതിനെല്ലാം ഹനിക്കുന്ന രീതിയിലാണ് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട്? എവിടെ മുതൽ നിങ്ങളിത് തുടങ്ങി? കിരീടം, കലാമണ്ഡലം ഗോപിയാശാൻ, RLV രാമകൃഷ്ണൻ, എവിടെയൊക്കെ നിങ്ങൾ കയറി? അതിന് ഞാൻ എന്ത് പാപം ചെയ്തു? വേണ്ട, ഞാൻ ആരെയും വിമർശിക്കില്ല, ഞാൻ ആരെയും ദ്രോഹിക്കില്ല. അതെന്റെ നിശ്ചയമാണ്. സോറി. ജയിലിലാകുന്ന മന്ത്രിമാരെ പുറത്താക്കാനുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ ചർച്ചയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും. ആരും ജയിലിൽ കിടന്ന് ഭരിക്കാമെന്ന് ആഗ്രഹിക്കേണ്ട എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ബിൽ കൊണ്ടുവന്നപ്പോൾ ഞെട്ടിയത് അഴിമതിക്കാരെന്നും ബീഹാറിലെ റാലിയിൽ മോദിയുടെ പരാമർശം. സെന്തിൽ ബാലാജിയും പൊന്മുടിയും ജയിലിൽ കിടന്ന് ഭരിക്കണമെന്നാണോ പറയുന്നത് എന്ന് തിരുനെൽവേലിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചോദിച്ചു. ഭരണഘടനാ ഭേദഗതി ബില്ലിനെ എതിർത്ത പ്രതിപക്ഷ പാർട്ടികൾ അഴിമതിക്ക് കുടപിടിക്കുന്നവരാണെന്ന് വിമർശിക്കുകയാണ് പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും. രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടധികാർ യാത്ര നടക്കുന്ന ബീഹാറിലെത്തിയ നരേന്ദ്രമോദി അഴിമതിക്കാർക്കെതിരെയാണ് ബില്ലെന്ന് പ്രഖ്യാപിച്ചു. ബില്ല് കൊണ്ടുവന്നപ്പോൾ ഞെട്ടിയത് അഴിമതിക്കാരാണ്. ജയിലിൽ കിടന്ന് ഭരിക്കാമെന്ന് ആരും കരുതേണ്ട. हमने कुछ समय पहले ही देखा है कि कैसे जेल से ही फाइलों पर साइन किए जा रहे थे. വൈകിട്ട് തമിഴ്നാട്ടിലെത്തിയ ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇതേ നിലപാട് ആവർത്തിച്ചു. പൊന്മുടിയും സെന്തിൽ ബാലാജിയും ജയിലിൽ കിടന്ന് ഭരിക്കണമെന്നാണോ ബില്ലിനെ എതിർത്ത തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പറയുന്നതെന്ന് അമിത്ഷാ ചോദിച്ചു. DMK के वरिष्ठ मंत्री के पोनमुडी जी और सेंथिल बालाजी 8-8 महीने तक जेल में रहे. जेल में रहकर सरकार चला सकते हैं क्या? NDA ഇതര സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താനുള്ള BJPയുടെ നീക്കമായി പ്രതിപക്ഷ പാർട്ടികൾ ബില്ലിനെ വിമർശിക്കുമ്പോൾ അഴിമതിക്കെതിരായ പോരാട്ടമാണെന്ന് കാട്ടി പ്രതിരോധിക്കുകയാണ് BJP.
24 ചെന്നൈ. വാർത്തമഴയിലേക്ക് വീണ്ടും സ്വാഗതം. തിരുവനന്തപുരത്ത് പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടറെ പഞ്ചായത്ത് അംഗങ്ങൾ തടഞ്ഞു വച്ചിരിക്കുന്നു. നെയ്യാറ്റിൻകര അതിയന്നൂർ ഗ്രാമപഞ്ചായത്തിലാണ് സംഭവം. ലൈഫ് പദ്ധതി വീടുകളെ പഞ്ചായത്ത് സെക്രട്ടറി വിയോജനക്കുറിപ്പ് എഴുതി അട്ടിമറിച്ചു എന്ന് ആരോപിച്ചാണ് ഈ പ്രതിഷേധം. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത്. ഉമേഷ്, ഈ പ്രതിഷേധം തുടരുകയാണോ ഇപ്പോഴും? ഈ ഉന്നത ഉദ്യോഗസ്ഥരെ അവിടെ ഈ പഞ്ചായത്ത് അംഗങ്ങൾ ചേർന്ന് ഖരാവോ ചെയ്യുന്നു, തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന നിലയാണോ ഇപ്പോഴും? ഇപ്പോഴും ആ പ്രതിഷേധം തുടരുകയാണ്. അതിയന്നൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി ഈ പ്രതിഷേധങ്ങളുണ്ട്. കഴിഞ്ഞ 2 ദിവസം മുൻപ് തുടർച്ചയായ 2 ദിവസം പഞ്ചായത്ത് സെക്രട്ടറിയെ പഞ്ചായത്ത് അംഗങ്ങൾ സംയുക്തമായി തടഞ്ഞു വെച്ചിരുന്നു. 199 ലൈഫ് പദ്ധതി വീടുകളുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷയിൽ മേലാണ് ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത്. 199 ലൈഫ് പദ്ധതി മേലുള്ള അപേക്ഷകളിൽ പഞ്ചായത്ത് സെക്രട്ടറി വിയോജനക്കുറിപ്പ് എഴുതി. അതിൽ പറയുന്ന കാരണം ഇത്തരത്തിൽ നിലവിൽ നടക്കുന്ന ലൈഫ് പദ്ധതി വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയതിന് ശേഷം പുതിയ വീടുകൾക്ക് നൽകിയാൽ മതി എന്നുള്ള തീരുമാനം ആണ് സർക്കാരിൻ്റെ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ വിയോജനക്കുറിപ്പ് എഴുതിയത് എന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിച്ചത്. അതിനുശേഷം ഇന്ന് പഞ്ചായത്ത് സെക്രട്ടറി ഇന്നു മുതൽ ലീവിലാണ്. അതേ തുടർന്ന് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഈ പഞ്ചായത്ത് അംഗങ്ങളുമായി ചർച്ച നടത്തി. അപ്പോഴും പരിഹാരമുണ്ടായില്ല. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അടങ്ങുന്ന ഉദ്യോഗസ്ഥരെ ഈ ജീവനക്കാർ തടഞ്ഞു വെച്ചു. അതിനുശേഷം ഇന്ന് വൈകിട്ടോട് കൂടിയാണ് പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർ അവിടെ എത്തുന്നത്. അതിനുശേഷം പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടറെയും ഇപ്പോൾ തടഞ്ഞു വെച്ച് ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. അതിനു മുൻപ് അതായത് എല്ലാ പാർട്ടി അംഗങ്ങളുടെ പ്രതിനിധികളുമുണ്ട്. അതായത് BJP, കോൺഗ്രസ്, CPM അടങ്ങുന്ന എല്ലാ മെമ്പർമാരും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നുണ്ട്. പുറത്ത് നേരിയ സംഘർഷാവസ്ഥയിൽ നിലനിൽക്കുന്നുണ്ട്. പോലീസ് ഇപ്പോഴും വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. പോലീസ് ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള മുകളിൽ നിന്നുള്ള നിർദ്ദേശം വന്നാൽ ബലം പ്രയോഗിച്ച് ഈ പഞ്ചായത്ത് അംഗങ്ങളെ മാറ്റി തീരുമാനമെടുക്കാമെന്നുള്ള നിലപാടിലാണ്. ഇപ്പോൾ ഈ റൂം, അതായത് കമ്മിറ്റി കൂടുന്ന റൂം പൂർണ്ണമായി അകത്തുനിന്ന് പൂട്ടി ഇട്ടേക്കുന്ന നിലയാണ്. എന്തായാലും പ്രതിഷേധം ഇപ്പോഴും തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർന്ന പ്രതിഷേധത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ വേർഷനാണ് ഇന്നത്തെ ഈ ഒരു പ്രതിഷേധം. എന്തായാലും ഇപ്പോഴും തുടരുന്നുണ്ട്. പോലീസ് ഇടപെട്ട് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. പോലീസ് അതിയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ ഈ വിഷയത്തിൽ ഇടപെടുമോ എന്നറിയില്ല. അവർ ഏതോ നിർദ്ദേശത്തിന് വേണ്ടി കാക്കുന്നു എന്നാണ് ഉമേഷ് ബാലകൃഷ്ണൻ റിപ്പോർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരത്ത്. എറണാകുളത്ത് മദ്യലഹരിയിൽ ബസിന്റെ ചില്ലെറിഞ്ഞുടച്ച യുവാവ്. കച്ചേരിത്താഴത്തായിരുന്നു സംഭവം. നെല്ലാട് സ്വദേശി ബിനോജ് കൃഷ്ണൻകുട്ടിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദ്യപിച്ച് ബഹളം വച്ചതിന് ബസ് ജീവനക്കാർ പുറത്താക്കിയിരുന്നു. ഇതാണ് പ്രകോപനത്തിന് കാരണം. ലാൽകൃഷ്ണൻ വിവരങ്ങൾ നൽകും തൊടുപുഴയിൽ നിന്ന്. ലാൽ, എന്താണ് സംഭവിച്ചത്? വിജയകുമാർ, വൈകിട്ട് 5 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. നെല്ലാട് ഭാഗത്തു നിന്ന്, അതായത് പെരുമ്പാവൂരിൽ നിന്ന് മൂവാറ്റുപുഴയിലേക്ക് വരുന്ന ഭാഗത്തു നിന്നാണ് ഇയാൾ ബസ്സിൽ കയറുന്നത്. മദ്യപിച്ചാണ് ബസ്സിൽ കയറിയത്. ബസ്സിൽ കയറിയപ്പോൾ മുതൽ തന്നെ ഇയാൾ ചെറിയ രീതിയിലുള്ള പരാക്രമങ്ങളെല്ലാം ബസ്സിനകത്ത് തന്നെ കാണിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സ്കൂൾ വിദ്യാർത്ഥികളും കോളേജ് വിദ്യാർത്ഥികളും എല്ലാം യാത്ര ചെയ്യുന്നതിന് ഒരു തിരക്കും വാഹനത്തിലുണ്ടായിരുന്നു. തുടർച്ചയായിട്ട് അലോസരപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുകയും അസഭ്യം പറയുകയൊക്കെ ചെയ്തതോടുകൂടിയാണ് ബസ് ജീവനക്കാർ ഇയാളെ നിർബന്ധിച്ച് ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നതും മൂവാറ്റുപുഴ നഗരമധ്യത്തിൽ തന്നെയാണ്. പക്ഷെ ഇതിൽ ഇയാൾ കുപിതനാവുകയായിരുന്നു. റോഡിന്റെ പണി നടക്കുകയായതിനാൽ താഴെ കിടന്നൊരു കല്ലെടുത്ത് ബസ്സിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. ബസ്സിന്റെ പിൻഭാഗത്തെ ചില്ല് ഏകദേശം പൂർണ്ണമായി തന്നെ തകർന്നു. ഉടനെ തന്നെ ബസ് ജീവനക്കാരെല്ലാം താഴേക്ക് ഇറങ്ങി ഇയാളെ കയ്യേറ്റം ചെയ്യാൻ ആരംഭിച്ചു. പ്രത്യേകിച്ച് ഒരുപാട് യാത്രക്കാരുണ്ടായിരുന്ന സമയം, നഗരത്തിൽ വലിയ തിരക്കുള്ള ഒരു സമയം കൂടിയായിരുന്നു. ബസ്സിന്റെ അകത്തുണ്ടായിരുന്ന ചില ആളുകൾക്ക് ഈ പൊട്ടിയ ചില്ലയിട്ട് ചെറിയ ചെറിയ മുറിവുകളെല്ലാം ഉണ്ടായിട്ടുണ്ട്. പോലീസ് എത്തിയാണ് രംഗം ശാന്തമാക്കുന്നത്. പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. നെല്ലാട് സ്വദേശിയായിട്ടുള്ള ബിജോയ് കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ആളാണ്. കസ്റ്റഡി എടുത്ത് പോലീസ് പറഞ്ഞത് മദ്യലഹരിയിലാണ്, അമിതമായ മദ്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബന്ധുക്കളോ ഉറ്റവരോ ആരെങ്കിലും വരാതെ കൂട്ടിക്കൊണ്ടു പോകാനാകില്ല എന്നുള്ളതാണ്. ബസ് ജീവനക്കാർ പ്രത്യേകിച്ച് പരാതി ഒന്നും ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ട്രിപ്പിന് ശേഷം പരാതി അടക്കമുള്ള കാര്യങ്ങളുമായിട്ട് അവർ പോകുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. എന്തായാലും അയാളുടെ ഉറ്റവരോ ബന്ധുക്കളോ ആരെങ്കിലും പോലീസ് സ്റ്റേഷനിൽ എത്തി അയാളെ കൂട്ടിക്കൊണ്ടു പോകട്ടെ. നിലവിൽ കേസില്ല എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ലാൽകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് തൊടുപുഴയിൽ നിന്ന്. ഓണത്തിന് 2 ഗഡു ക്ഷേമ പെൻഷൻ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ഈ മാസത്തെ പെൻഷൻ ഒപ്പം കുടിശ്ശികയുണ്ടായിരുന്ന ഗഡു കൂടി ചേർത്താണ് 2 ഗഡു നൽകുന്നത്. KSRTC ജീവനക്കാർക്ക് 1-ാം തീയതി ശമ്പളവും ഓണത്തിന് ബോണസും നൽകുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പ്രഖ്യാപിച്ചു. ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് ഈ മാസം 3200 രൂപ ലഭിക്കും. 62 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് 2 ഗഡു പെൻഷൻ നൽകുന്നതിനായി 1679 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. നാളെ മുതൽ പെൻഷൻ വിതരണം ചെയ്തു തുടങ്ങും. ഓണക്കാലത്ത് KSRTC ജീവനക്കാർക്കും സന്തോഷ വാർത്ത. 1-ാം തീയതി ശമ്പളവും ഓണത്തിന് ബോണസും. നിങ്ങൾക്ക് 1-ാം തീയതി ശമ്പളം കിട്ടി, ഓണത്തിന് ബോണസും കിട്ടാൻ പോകുന്നത്. നമ്മുടെ ബസ്സുകൾ മുടങ്ങാൻ പാടില്ല. ആ ബസ്സുകൾ കൃത്യമായി പോകണം. പരമാവധി യാത്രക്കാരെ വാഹനത്തിലേക്ക് പ്രവേശിപ്പിക്കണം, കൊണ്ടുപോകും.
ഇപ്പോഴത്തെ രീതിയിൽ മുന്നോട്ട് പോയാൽ 1 വർഷത്തിനുള്ളിൽ KSRTC ലാഭത്തിലാകുമെന്നും മന്ത്രി. ആര് വിചാരിച്ചാലും KSRTCയിൽ ഇനി അഴിമതി നടത്താൻ കഴിയില്ലെന്നും ഗതാഗത മന്ത്രി വ്യക്തമാക്കി. 9 വർഷം കൊണ്ട് 11,600 കോടി രൂപയാണ് സർക്കാർ KSRTCക്ക് നൽകിയതെന്ന് ധനമന്ത്രി KN ബാലഗോപാലും പറഞ്ഞു. 24 തിരുവനന്തപുരം. ബിവറേജസ് കോർപ്പറേഷനിലെ സ്ഥിരം ജീവനക്കാർക്ക് ബോണസ് പ്രഖ്യാപിച്ചു. 1,02,500 രൂപയാണ് ബോണസ്. കഴിഞ്ഞ വർഷം 95,000 രൂപയായിരുന്നു ബോണസായി ലഭിച്ചത്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. പ്രമുഖ ഭക്ഷ്യ ഉൽപ്പന്ന ബ്രാൻഡായ ഡബിൾ ഹോഴ്സ് പുതിയ ഉൽപ്പന്നം വിപണിയിൽ അവതരിപ്പിച്ചു. 2 മിനിറ്റിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഗ്ലൂട്ടൻ ഫ്രീ ഇൻസ്റ്റന്റ് റൈസ് ഉപ്പുമാവാണ് ഡബിൾ ഹോഴ്സ് ഇൻസ്റ്റന്റ് ഫ്രൂട്ട് ശ്രേണിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ബ്രാൻഡ് അംബാസിഡർ മമത മോഹൻദാസ്, ഡബിൾ ഹോഴ്സ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ വിനോദ് മഞ്ഞില തുടങ്ങിയവർ പങ്കെടുത്തു. We are going to unveil the actual product cut out. Wow, here comes, ladies and gentlemen, Double Horse gluten-free 2-minute instant rice upma. പ്രിസർവേറ്റീവുകൾ ഒഴിവാക്കി തനത് രുചി നിലനിർത്തി മാറുന്ന ജീവിതശൈലിക്ക് ഇണങ്ങും വിധമാണ് ഡബിൾ ഹോഴ്സ് പുതിയ ഉൽപ്പന്നമായ ഇൻസ്റ്റന്റ് റൈസ് ഉപ്മാവ് അവതരിപ്പിക്കുന്നത്. പ്രീമിയം അരിയിൽ നിന്ന് തയ്യാറാക്കിയിരിക്കുന്ന ഉൽപ്പന്നം ഗ്ലൂട്ടൻ ഫ്രീ ആണ്. ഭക്ഷണത്തിന്റെ തനിമ നിലനിർത്തി ഉപഭോക്താക്കളുടെ ജീവിതം കൂടുതൽ എളുപ്പമാക്കുകയാണ് പുതിയ ഉൽപ്പന്നത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് ഡബിൾ ഹോഴ്സ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ വിനോദ് മഞ്ഞില. ഇതിൽ വന്നിട്ട് ക്യാരറ്റ് ഉണ്ട്, ബീട്രൂട്ട് ഉണ്ട്, മുരിങ്ങയുണ്ട്, കാഷ്യൂ ഉണ്ട്, റേസിൻസ് ഉണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് ഇന്ത്യയിലെ ഏകദേശം 10% കൺസ്യൂമേഴ്സിന് ഗ്ലൂട്ടൻ ഇൻടോളറൻസ് ഉണ്ട്. അപ്പോൾ അതുകൂടി കൺസിഡർ ചെയ്തിട്ട് ഇറക്കിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഗ്ലൂട്ടൻ ഫ്രീ റൈസ് ഉപ്പുമാവ്. ഡബിൾ ഹോഴ്സിന്റെ പുതിയ ഉൽപ്പന്നം എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്നതാണെന്ന് നടിയും ഡബിൾ ഹോഴ്സ് ബ്രാൻഡ് അംബാസിഡറുമായ മമത മോഹൻദാസ്. ഈ ഓണം ഒരു പുതിയൊരു പ്രോഡക്റ്റ് ഇന്ന് ലോഞ്ച് കഴിഞ്ഞു. ഇറ്റ്സ് കോൾഡ് ദ 2-minute gluten free instant upma. ലോഞ്ച് കഴിഞ്ഞു, ടേസ്റ്റിംഗ് കഴിഞ്ഞു, ആൻഡ് ഐ കൻ കോൺഫിഡൻ്റ്ലി സേ ദാറ്റ് ദിസ് ഈസ് എ പ്രോഡക്റ്റ് ദാറ്റ്സ് ഗോണ വിൻ യുവർ ഹാർട്ട്സ് ദിസ് ഓണം. 65 വർഷമായി ഭക്ഷ്യ ഉൽപ്പന്ന മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡബിൾ ഹോഴ്സ് അരി ഉൽപ്പന്നങ്ങൾ തുടങ്ങി 250-ലധികം ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. 24 കൊച്ചി. കാലാവസ്ഥ റിപ്പോർട്ട്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.